ശരി. ശ്രീ ആനന്ദൻ, താങ്കൾ ഇപ്പോൾ ഡോക്ടർ ആർ വേണുഗോപാൽ സംസാരിച്ചത് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പെസോ മുൻ ഉദ്യോഗസ്ഥനാണ്. മുഴുവനായിട്ട് കേട്ടില്ല, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകി. കുറച്ച് നെറ്റ് ഇഷ്യൂന്റെ സാറ് പറഞ്ഞ കുറച്ച് ഞാൻ കേട്ടു. സാർ വളരെ പോയിന്റുകൾ കൃത്യമായിട്ട് സൂചിപ്പിച്ചു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായി ഈ ആഘോഷങ്ങൾ നടത്തണം, വെടിക്കെട്ടോടുകൂടി തന്നെ നടത്തണം എന്നതാണ് ഒരു പൂരപ്രേമി എന്ന നിലയിൽ താങ്കൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഈ വ്യത്യസ്തത തേടി കൂടുതൽ ഈ വർണ്ണാഭമാക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നു, കൂടുതൽ അളവിൽ ഇത് നിർമ്മിക്കുന്നു, നിയന്ത്രണങ്ങൾ മറികടക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നത്. അതിനെല്ലാം കാരണം ഈ പൂരപ്രേമികൾ ആഗ്രഹിക്കുന്നത് നിറവേറ്റി തരിക എന്ന വലിയൊരു സമ്മർദ്ദമാണ്. അല്ല, ഇതില് പൂരപ്രേമികൾ എന്ന് പറയുമ്പോൾ ഇത് ആത്മാർത്ഥമായിട്ട് ഈ ഉത്സവങ്ങളും നമ്മളുടെ ഈ സംസ്കാരവും ഈ കാര്യങ്ങളെല്ലാം നിലനിന്ന് പോകണം, അതോടൊപ്പം തന്നെ സുരക്ഷിതത്വവും ഇതിന്റെ ഒപ്പം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് സ്വാഭാവികമായിട്ടും അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ നിയമപരമായും അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഇതൊക്കെ നിലനിന്ന് പോകണം എന്നുള്ള പക്ഷക്കാരാണ് ഭൂരിഭാഗവും. അതില് നമ്മൾ ഇത് എന്തൊക്കെ സംഭവിച്ചാലും സുരക്ഷിതത്തിനും ഇതിനൊന്നും മുൻതൂക്കം കൊടുക്കാതെ ഇതിന്റെ ശബ്ദം മാത്രം കൂട്ടണം, ഇതൊരു വളരെ ഹൊറിബിൾ ആയിട്ടുള്ള രീതിയിൽ പൊട്ടിക്കണമെന്ന ആഗ്രഹക്കാർ വളരെ കുറവാണ്. അവരെയാണ് കൂടുതലെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ അല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. ഭൂരിപക്ഷം ആൾക്കാർ പൂരപ്രേമികളും ഈ ഉത്സവ കമ്മിറ്റിക്കാരും ഇതെല്ലാം സുരക്ഷിതമായി നടത്തണം, എല്ലാ നിയമപരമായും ഇതിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടത്തപ്പെടണം എന്നുള്ള പക്ഷക്കാർ തന്നെയാണ്. അതിന് തന്നെയാണ് വേണ്ടത്. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. നേരത്തെ പാറമക്കാവിന്റെ വെടിക്കെട്ട് പുര അനധികൃതമായ സൂക്ഷിച്ചു എന്ന രീതിയിൽ അത് സീൽ ചെയ്തു എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ അതല്ല, ഇത് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ വിഷയത്തില് ഇത് പാറമക്കാവ് ഇതിന്റെ ഒരു ഭാഗമാണ്. പാറമക്കാവ് ഈ പൂരത്തിന് പാറമക്കാവൻ സ്വാഭാവികമായിട്ടും വെടിക്കെട്ട് നടത്താനായിട്ട് അവരുടെ സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ സൂക്ഷിച്ച സാധനങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ വന്ന് അത് പൂട്ടും, അത് സീൽ ചെയ്യും എന്നുള്ള ഉറപ്പാണ്. ആ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത് അനധികൃതമായിട്ടുള്ള വസ്തുക്കൾ അവിടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടല്ല. ഇതിന്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ്. സംഭവിച്ച തിരുവമ്പാടിയിലാണെങ്കിൽ പടക്ക നിർമ്മാണശാല സന്ദർശിച്ച തഹസിൽദാർ അവിടെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ട് പരിശോധനയിൽ കണ്ടെത്തിയ പോരായ്മകൾ പരിഗണിച്ചുകൊണ്ടാണ് അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പോരായ്മകൾ എന്തെങ്കിലും അനധികൃതമായ സാധനങ്ങൾ സൂക്ഷിച്ചു എന്ന രീതിയിൽ നേരത്തെ അളവിൽ അനുവദനീയമായതിലും അളവിൽ വെടിമരുന്ന് സൂക്ഷിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വന്നത്. അളവിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്ന അനധികൃതമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടെന്നുള്ളത് അത് തിരുത്തപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്. അനധികൃതമായ അളവിൽ അവിടെ ഈ വെടിമരുന്ന് സൂക്ഷിച്ചു എന്നത് കണ്ടെത്തിയതിനെ കുറിച്ചാണ്. അതിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് കണ്ടെത്തി അത് നേരിട്ട് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. എന്തായാലും അതിന്റെ ക്ലാരിറ്റി 2 ദിവസങ്ങളും നാളെ അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുമായിരിക്കും. കൊടുത്ത് അതിന്റെ തീരുമാനങ്ങൾ നാളെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി. എന്തായാലും നാളെയാണ് ആ പ്രധാനപ്പെട്ട യോഗം നടക്കാനിരിക്കുന്നത്. എങ്ങനെ തൃശ്ശൂർ പൂരം വേണം എന്നത് നമുക്കറിയാം. 14 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ചടങ്ങുകൾ മാത്രമാക്കി അത് ഒതുക്കാനുള്ളൊരു പൊതു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.